മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിലും Matthew 8, മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലും Mark 5, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും ഈ വേദഭാഗങ്ങൾ and Luke 8. These incidences have been recorded. നമ്മൾ ഇന്ന് ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം ആണ്. Today we have chosen Mark chapter 5 as our source of meditation. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ കാണാനായിട്ട് In Mark chapter 5 we can see 3 major miracles happening. അതിൽ ഒന്നാമത്തെ അത്ഭുതം ഭൂതഗ്രസ്തനായിരിക്കുന്ന മനുഷ്യന് നൽകുന്ന സൗഖ്യം. The first miracle is the healing of the evil possessed man. രണ്ടാമത്തെ അത്ഭുതം രക്തസ്രാവക്കാരത്തിയായിരിക്കുന്ന സ്ത്രീക്ക് നൽകുന്ന വിടുതൽ. The second miracle is the healing of the lady with the blood issue. മൂന്നാമത്തെ അത്ഭുതം യായിറോസിന്റെ മകന് നൽകുന്ന സൗഖ്യം. And the third is the healing of Jairus' kid. അപ്പൊ അങ്ങനെ 5-ാമത്തെ അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് In chapter 5 we can see 3 major miracles happening. നമ്മൾ 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ 3 പ്രധാനപ്പെട്ട ഫോഴ്സസുകൾ, 3 പ്രധാനപ്പെട്ട ശക്തികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. In this chapter we can see 3 major forces working out here. ഒന്നാമത്തെ ശക്തി എന്ന് പറയപ്പെടുന്നത് അവിടെ സൈത്താന്റെ ശക്തിയാണ്. Number 1 is the satanic power there. രണ്ടാമത്തെ ശക്തി എന്ന് പറയപ്പെടുന്നത് സേവിയറിന്റെ ശക്തിയാണ്. Number 2 is the savior power. മൂന്നാമത്തെ ശക്തി എന്ന് പറയപ്പെടുന്നത് സൊസൈറ്റിയുടെ ശക്തിയാണ്. And the third is the power of the society. ശ്രദ്ധിക്കുക, സൈത്താൻ, Satanic power, savior power, സൊസൈറ്റി. and the society power. ഈ മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അവിടെ 3 ക്വസ്റ്റ്യൻസുകൾ കാണാനായിട്ട് സാധിക്കും. While we meditate on this chapter 5 we see 3 questions out there. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭൂതഗ്രസ്തനായിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഡോണ്ട് ടോർമെന്റഡ് മീ, എന്നെ ദണ്ഡിപ്പിക്കരുത്. The first question is Elia, this evil possessed man saying, do not torment me. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയപ്പെടുന്നത് പന്നിക്കൂട്ടത്തിലേക്ക് വിടണം, ഞങ്ങളുടെ ദേശത്ത് നിന്ന് പോകണം എന്നുള്ളതാണ്. The second question is send us to the pigs and leave us alone. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയപ്പെടുന്നത് ഭൂതഗ്രസ്തന്റെ അപേക്ഷയാണ്, ഞാനും നിന്നോടുകൂടെ പോരുന്നു. And the third request is can I come with you? ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 5-ാം അധ്യായത്തിൽ 3 അത്ഭുതങ്ങൾ. In chapter 5 3 miracles. 5-ാമത്തെ അധ്യായത്തിൽ 3 ഫോഴ്സസുകൾ. In the chapter 5 3 forces. 5-ാമത്തെ അധ്യായത്തിൽ 3 ക്വസ്റ്റ്യനുകൾ. And there are 5 statements or questions. ഇനി 5-ാമത്തെ അധ്യായത്തിൽ 3 സ്പിരിറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. In chapter 5 you can also see 3 spirits. ഒന്നാമത്തെ സ്പിരിറ്റ് എന്ന് പറയപ്പെടുന്നത് അൺക്ലീൻ സ്പിരിറ്റ് ആണ്, ഈവിൾ സ്പിരിറ്റ് ആണ്. Number 1 is the unclean spirit or the evil spirit. ഭൂതഗ്രസ്തനായിരിക്കുന്ന മനുഷ്യനെ പൊസസ് ചെയ്തിരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്, അത് അൺക്ലീൻ സ്പിരിറ്റ് ആണ്. The spirit which has possessed this evil this man is an unclean spirit. രണ്ടാമത്തെ സ്പിരിറ്റ് എന്ന് പറയപ്പെടുന്നത് ഹ്യൂമൻ സ്പിരിറ്റ് ആണ്, മനുഷ്യന്റെ സ്പിരിറ്റ് ആണ്. Number 2 is the human spirit. ആ സ്പിരിറ്റ് അവന്റെ മേൽ സുബോധം വന്നപ്പോൾ അവനുണ്ടായ മാറ്റമാണ്, തെറ്റ് ശരികളെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന സ്പിരിറ്റ് ആണ് human spirit. This is the spirit, when he comes to his senses, he understands what is right and what is wrong. മൂന്നാമത്തെ സ്പിരിറ്റ് എന്ന് പറയപ്പെടുന്നത് കർത്താവ് അവനിലുള്ള ഭൂതത്തെ ശാസിക്കുമ്പോൾ അവനിലേക്ക് പ്രവേശിക്കുന്ന ദൈവാത്മാവിന്റെ And the third spirit is when Jesus casts out the devil from him. The spirit which enters him and calms him down and gives him peace, it is that spirit of God. അപ്പോൾ 3 സ്പിരിറ്റുകളാണ് വർക്ക് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. There are 3 spirits working and operating out here. സഭയിലും സമൂഹത്തിലുമെല്ലാം ഈ 3 സ്പിരിറ്റുകൾ വർക്ക് ചെയ്യപ്പെടുന്നു. In our churches, in our societies, these 3 spirits work. ഒന്നാമത്തെ സ്പിരിറ്റ് എന്ന് പറയപ്പെടുന്നത് അൺക്ലീൻ ആൻഡ് ഈവിൾ സ്പിരിറ്റ് ആണ്. Number 1 is the unclean and the evil spirit. അത് തകർക്കുന്നതും മുടിക്കുന്നതും നശിപ്പിക്കുന്നതും അത് പ്രശ്നമുണ്ടാക്കുന്നതുമാണ്. This comes to kill, to destroy, to cause problems, to cause turmoil. രണ്ടാമത്തെ സ്പിരിറ്റ് എന്ന് പറയപ്പെടുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, സെക്കുലർ മേനുമുണ്ട്, സ്പിരിച്വൽ മേനുമുള്ളതാണ്, ഹ്യൂമൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. The second spirit is the spirit of man, which is both in the spiritual people and the secular people, they both possess it. അതുകൊണ്ടാണ് നമ്മൾ ശരി തെറ്റുകൾ പറയുന്നത്, തിന്മ നന്മകൾ പറയുന്നത്, അത് എല്ലാ മനുഷ്യരും പറയുന്നതാണ്, എല്ലാവർക്കും every man has the understanding of what is right and wrong. We can define between what is right and wrong. മൂന്നാമത്തെ സ്പിരിറ്റ്
എന്ന് പറയപ്പെടുന്നതാണ് ദൈവത്തിങ്കിലേക്ക് നയിക്കപ്പെടുന്ന സ്പിരിറ്റ് അല്ലെങ്കിൽ ദൈവിക വിടുതൽ നടക്കുന്ന സ്പിരിറ്റ്. അതിനെയാണ് ഹോളി സ്പിരിറ്റ് The എന്ന് third is the പറയപ്പെടുന്നത്. Holy Spirit which leads us to Christ, which leads us to God. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഈ പ്രധാനപ്പെട്ട സംഭവം നടന്നത് ഗദരദേശത്താണ്. Yeah, this instance happens in the land of Gadarus. ഗദരദേശം ഇന്ന് അറിയപ്പെടുന്നത് ഗർസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇന്നത്തെ അല്ലെങ്കിൽ അന്നത്തെ ഗദരദേശം. Today's Gadarus is that in those days Gadarus. ഇവിടെ ഒരു മനുഷ്യനെ പറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ ദിനം പ്രതി അനുഭവിക്കുന്ന കഷ്ടതയെ പറ്റിയാണ് ഇവിടെ You know, രേഖപ്പെടുത്തിയിരിക്കുന്നത്. we read about here a man who's possessed with the devil, the difficulties that he goes through throughout his life. ആ സ്ഥലത്തെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗദരദേശം, കല്ലറയുള്ള ദേശം, പന്നികളുള്ള ദേശം, ഇങ്ങനെയുള്ള ചങ്ങലയുള്ള ദേശം, ഇങ്ങനെയുള്ള ഒരു ദേശമായിട്ടാണ് ഈ പ്രദേശത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. This land is a land of tombs. This land is a land of swines. This land is a land of chains. ഇവിടേക്കാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പോകുന്നത്, ഈ സ്ഥലത്തേക്കാണ്. Our blessed Lord Jesus Christ is coming to this land. ആ കർത്താവിടേക്ക് പോകുമ്പോൾ നടക്കുന്ന ചില സംഭവങ്ങൾ, രൂപാന്തരം, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ I want to ഉദ്ദേശിക്കുന്നത്. share with you the incidences, the 3 things that happens when Jesus comes here. യേശു ഗദരദേശത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ 3 രൂപാന്തരത്തിന്റെ സംഭവങ്ങളാണ് ഞാൻ I രേഖപ്പെടുത്തുന്നത്. want to tell you about the 3 changes that happens when Jesus comes to this place. ശ്രദ്ധിക്കുക, ഒന്നാമതായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ സ്പേസ് ആൻഡ് ദ ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. ആ സ്ഥലത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഇടങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകുകയാണ്, ഡിസ്റ്റൻസിന് രൂപാന്തരം ഉണ്ടാകുകയാണ്, കല്ലറയ്ക്ക് മാറ്റമുണ്ടായി ഭവനത്തിലേക്ക് വരുന്ന ഒരു രൂപാന്തരമാണ്. The place is being refined. The distance is being refined there. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു താൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഈ ഗദരദേശത്തിലേക്ക് താൻ യാത്ര ചെയ്യുകയാണ്. The Lord Jesus is traveling to this place as a part of his ministry. ഈ ഭൂതം ബാധിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഡിവൈഡഡ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ്. This person, the devil person, he's got a divided personality. അപ്പൊ കർത്താവ് പോകുന്നത് ഈ ഗദരദേശത്തേക്കാണ്, ഒരിക്കലും ആരും പോകാത്ത ഇടത്തേക്കാണ് The കർത്താവ് Lord is പോകുന്നത്. traveling to this place of Gadarus where no other people want to go. കാരണം ഈ സ്ഥലത്ത് ഈ ഭൂതഗ്രസ്തൻ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയുള്ള ഈ മനുഷ്യൻ മാത്രമാണ് ഈ സ്ഥലത്ത് ഉള്ളത്. Because in this land only this devil possessed person, this mad person lives. ഇന്നത്തെ കാലത്തെ പോലെ ആശുപത്രികളോ ആലയങ്ങളോ ഇല്ലാത്തത് കൊണ്ട് മാനസിക വിഭ്രാന്തിയും ഭൂതബാധയും ഒക്കെ ബാധിച്ച ആളുകൾ ശ്മശാനങ്ങളിലും ഇങ്ങനെയുള്ള നിർജ്ജന പ്രദേശങ്ങളിലും പോയി താമസിക്കുമായിരുന്നു. In those days there was no hospitals or mental hospitals or anything, so people who are possessed with the devils, they lived among the graves. ചിലപ്പോൾ നാടൻ പ്രദേശങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് മാനസിക വിഭ്രാന്തി ഉള്ളവർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. If you go back to the villages and all, you might have seen people who are mad, just screaming and just roaming around. അവിടേക്ക് പോകുവാനായിട്ട് അല്ലെങ്കിൽ ആ കല്ലറയുള്ള ഏകാന്തതയുള്ള ആ സ്ഥലത്തേക്ക് പോകുവാനായിട്ട് തയ്യാറാകത്തില്ല. They don't want to go to this evil and grave precious places. എന്നാൽ കർത്താവ് അവന്റെ അടുക്കലേക്ക് പോകുകയാണ്. But the Lord is going to him. അവന്റെ സ്ഥിതി മനസ്സിലാക്കി അവനായിരിക്കുന്ന ഇടത്തേക്ക് കർത്താവ് The Lord പോകുകയാണ്. understands his position and the Lord goes and visits him. അവൻ താമസിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു Our ക്രിസ്തു blessed Lord പോവുകയാണ്. Jesus is entering into the circumstances that he is living in. അവന്റെ ഭാഷ മനസ്സിലാക്കി അവനോട് സംസാരിക്കാൻ കർത്താവ് The തയ്യാറാകുകയാണ്. Lord is ready to understand his language and speak to him in that language which he understands. ശ്രദ്ധിക്കുക, നമ്മൾ മറ്റുള്ളവന്റെ ജീവിതത്തിന്റെ രീതികളിലേക്കും അവസ്ഥകളിലേക്കും ഇറങ്ങിച്ചെല്ലണം. We need to go down to the situation that people who are hurting are in. ഈ മനുഷ്യനോട് കർത്താവ് സംസാരിക്കാനായിട്ട് തയ്യാറായി. The Lord is ready to speak to him. ഒറ്റപ്പെട്ടു പോയ ഇവനോട്, അന്യവൽക്കരിക്കപ്പെട്ടു പോയ ഇവനോട് കർത്താവ് This സംസാരിക്കുകയാണ്. one who is cast out, this one who is despised, the Lord is willing to talk to him. ഇവനോട് സംസാരിക്കുവാനായിട്ട് ഇവന്റെ ഭാഷ മനസ്സിലാക്കി ഇവനോട് The സംസാരിക്കുകയാണ്. Lord is understanding his language and is speaking to him. ഇവന്റെ ഇമോഷൻ മനസ്സിലാക്കി The Lord സംസാരിക്കുകയാണ്. is understanding his emotion and speaking to him. ഇവന്റെ രീതി മനസ്സിലാക്കി കർത്താവ് The സംസാരിക്കുകയാണ്. Lord is understanding his way
of life and talking to him. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം സഭയും സമൂഹവും മനുഷ്യന്റെ രീതികളും ഭാഷകളും ശൈലികളും മനസ്സിലാക്കി സംസാരിക്കണം. You know, in the living time, this time which we are living, we need to understand the people's, the language, the situation they are in, the circumstances they are in. സഭയും സമൂഹവും മറ്റുള്ളവരുടെ ഇടം മനസ്സിലാക്കി സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കാൻ തയ്യാറാകണം. The church and the community needs to understand what they are going through and deal with them accordingly. ശ്രദ്ധിക്കുക, അവന്റെ ലോകത്തിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്ന് The Lord സംസാരിക്കുകയാണ്. is entering his world. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഈ ആഴ്ചകളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെയധികം ചർച്ചയ്ക്ക് വിഷയമാകുന്ന ഒരു കാര്യമാണ് വാർത്താമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. You know, these days there's a lot of things happening in the news, especially Kerala, about the situation that is going on down there. നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി പുതിയ ജെൻസി ജനറേഷൻ പറഞ്ഞിരിക്കുന്നത് our chief minister is a pookie. You know, like the Gen Z says that our new CM is a pookie. ഞങ്ങളുടെ മുഖ്യമന്ത്രി പൂക്കിയാണെന്നാണ് ജെൻസി ജനറേഷൻ പറഞ്ഞിരിക്കുന്നത്. Our CM is a pookie. അല്ലെങ്കിൽ ജെൻസി ജനറേഷൻ അല്ലെങ്കിൽ വാഴ ജനറേഷൻ. You know, the banana generation. അങ്ങനെയാണ് നമ്മുടെ സമൂഹം പറയുന്നത്. That's what our community calls it. അപ്പോൾ ഈ പൂക്കി ജനറേഷൻ എന്ന് പറയപ്പെടുമ്പോൾ ഓൾഡ് ജനറേഷന് അതൊരു സഭ്യമായ ഭാഷയല്ല. You know, this pookie, it's, you know, the older generation don't understand it. പഴയ ആളുകൾക്ക് ആ പദം കേൾക്കുമ്പോൾ, പൂക്കി എന്നുള്ള പദം കേൾക്കുമ്പോൾ ഇത് ഒരു സഭ്യമായ ഭാഷയായിട്ട് അവർക്ക് തോന്നത്തില്ല. You know, when the older generation hear this voice, they think that it's not a good word to speak. കാരണം ജെൻസി ജനറേഷന്റെ ഭാഷയും ഓൾഡ് ജനറേഷന്റെ ഭാഷയും രണ്ടും രണ്ടാണ്. Because the Gen Z language and the old generation language is completely different. ജെൻസി ജനറേഷൻ പൂക്കി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യൂട്ട്, അഡോറബിൾ എന്നൊക്കെയുള്ള പദങ്ങളാണ് അതിന്റെ അർത്ഥം. When the Gen Z says pookie, that means that he is a very nice guy, gentleman guy, adorable guy. പക്ഷേ പ്രായമുള്ള ആളുകൾ ആ പദം കേൾക്കുമ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളായിരിക്കുന്ന അർത്ഥങ്ങളാണ് അവരുടെ മനസ്സുകളിലേക്ക് വരുന്നത്. When the older generation hear this word, there are different things going on in their mind and the way they understand. നമ്മുടെ ഈ വർഷത്തെ PC നാക്കുകാർ തിരഞ്ഞെടുത്തിരിക്കുന്ന തീം ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാലഘട്ടത്തോട് അനുയോജ്യമായിരിക്കുന്ന ഒരു തീമാണ്. This year the PC Naik has, you know, chosen the theme which is so very, you know, in line with this. ജനറേഷൻ ടു ജനറേഷൻ എന്നുള്ളത്. It means generation to generation. എങ്ങനെ ഓൾഡ് ജനറേഷനും ജെൻസി ജനറേഷനുമായിട്ട് കണക്ട് ചെയ്യപ്പെടാമെന്നുള്ള ഒരു നല്ല ഒരു തീമാണ് PC നാക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. How to connect the older generation with the Gen Z generation is a beautiful theme which they have. ശ്രദ്ധിക്കുക, കർത്താവ് എങ്ങനെയാണ് ഈ മനുഷ്യനോട് സംസാരിച്ചത്, ഈ പുതിയ കാലഘട്ടത്തിലെ ജനത്തോട് എങ്ങനെ സംസാരിക്കണം. You know, we need to understand from Jesus the way he talks to them, and that is the way we need to talk to this new generation. അവരുടെ ഇടങ്ങളിലേക്കും അവരുടെ പാർപ്പിടങ്ങളിലേക്കും അവരുടെ സംസ്കാരത്തിലേക്കും നമുക്ക് എങ്ങനെ ചെല്ലാൻ സാധിക്കും? How can we reach out to them? How can we go to their position? How can we go to their language? ശ്രദ്ധിക്കുക, ജെൻസിയുടെ ചില ലാംഗ്വേജുകളാണ് ഈ കേൾക്കപ്പെടാൻ പോകുന്നത്. You know, the things that I'm going to say, that is the Gen Z language. ഇവിടെ ഇരിക്കുന്ന ഓൾഡ് ജനറേഷൻ അത് കേൾക്കുമ്പോൾ എന്തോ തോന്നും. You know, the older people might think differently. നമ്മുടെ പുതിയ യൗവനക്കാർ പറയുന്നതാണ് ഇറ്റ്സ് എ ടീ ടൈം. The Gen Z says it's a tea time. Let's cook. Let's cook. He's fired. He's fired. I have beef. Okay, I have beef. He snack. He snacked. She ate. She ate. ഇത്രയും പറഞ്ഞപ്പോൾ ഓൾഡർ ജനറേഷൻ മനസ്സിലാക്കിയത് കുക്കിങ്ങുമായിട്ടും തീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്നാണ്. When you hear these words, the older generation thinks that this is something to do with cooking. ഓൾഡർ ജനറേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടേക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് it's a tea time, let's cook, she ate, he snack, he's fire എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾഡർ ജനറേഷന് മനസ്സിലായി ഇതെന്തോ കുക്കിങ്ങും കഴിക്കുന്ന കാര്യം ഏതാണ്ടാണെന്നാണ്. When you hear these words, you know, the older thing, there's something to do with cooking and eating. Yeah. പക്ഷെ ജെൻസി ലാംഗ്വേജിൽ അത് ഡിഫറെന്റ് ആണ്. But in the Gen Z language this is different. ജെൻസി ലാംഗ്വേജിൽ ഇറ്റ്സ് എ ടീ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസിപ്പ് എന്നുള്ളതാണ്. It's a tea time means gossip time. ലെറ്റ്സ് കുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ഹിം ഡു ഇൻ ഹിസ് ഓൺ വിൽ എന്നുള്ളതാണ്. Let's cook, let him do his way, the way he wants it to do. ഹി സ്നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് എന്നുള്ളതാണ്. Snack means he's attractive. ഷീ ഏറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ പെർഫോംഡ് വെരി വെൽ എന്നുള്ളതാണ്. She ate means she performed very well. ഐ ഹാവ് ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് കോൺഫ്ലിക്റ്റ് വിത്ത് ഹിം എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. We say, I have beef, means I have conflict with him. നമ്മൾ ഓർത്തിരുന്നത് ഇത് തീറ്റയുടെ ഏതാണ്ട് കാര്യമാണെന്നാണ്. We thought this was something to do with eating. അതുകൊണ്ടാണ് ഈ സമകാലീന കാലഘട്ടത്തിൽ അവരുടെ ഭാഷ മനസ്സിലാക്കി, അവരുടെ രീതികൾ മനസ്സിലാക്കി, അവരുടെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സഭയും സമൂഹവും വലിയൊരു That's പ്രതിസന്ധിയിലാണ്. why I say that if we cannot understand their language and cannot understand their emotions, it is very difficult for church to relate to those people. യഹൂദ പാരമ്പര്യത്തിൽ എഴുതപ്പെട്ട, അന്നത്തെ കൾച്ചറിൽ എഴുതപ്പെട്ട തിരുവചനങ്ങൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഭാഷകളും ഇമോഷനുകളും ശാരീരിക ഭാഷയും ടോണും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. You know, this Bible which is written in the way back, if the today's generation needs to understand it, we need to teach it to them in their language, in their emotions, in the way they understand it. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഹൗ ടു ഇന്റർപ്രറ്റ് ജീസസ് ആൻഡ് ഹൗ ടു ഇന്റർപ്രറ്റ് ദ ഇമേജ് ആൻഡ് സ്പിരിച്വാലിറ്റി ഓഫ് ജീസസ് ടു ദ അനദർ ജനറേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട It is very കാര്യമാണ്. important to understand how to interpret this Jesus to the new generation that is coming up. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം പറയാം. ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ട്. Let me tell you something else. When people translate this Bible, there are a lot of problems. ഈ ഇൻഫർമേഷൻ ഒക്കെ ഇവിടെ വരുമ്പോഴേ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഇടയ്ക്കത്തെ മീറ്റിങ്ങിനൊക്കെ കിട്ടണം. You know, these information you will only get when you come to the meetings here. പാപ്പനാങ്കുനിയിൽ ഒരു ട്രൈബൽസിന്റെ ഇടയിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. You know, they were translating the Bible among the tribals somewhere. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ ഭാഷയിലേക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം ബൈബിൾ ട്രാൻസ്ലേറ്റ് You ചെയ്യാൻ. have to translate the Bible into the language which they can understand. അവിടെ അവരെ ഇത് ഒരു ആന്ത്രോപോളജിസ്റ്റ്, നരവംശ ശാസ്ത്രജ്ഞനായിരിക്കുന്ന ബെഞ്ചമിന്റെ റിപ്പോർട്ടാണ്, എൻ്റെ റിപ്പോർട്ടല്ല ഇത്. Yeah, this is a report of renowned person called Benjamin. അപ്പം അവിടെ അവരെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഹെവൻലി ഫാദർ എന്നുള്ളതാണ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. You know, they have to translate this word, our heavenly Father. നമുക്കറിയാം ഈസ്റ്റേൺ കൾച്ചറിലും ഏഷ്യൻ കൾച്ചറിന്റെ പലയിടങ്ങളിലും ഫാദർ എന്ന് പറയപ്പെടുന്നത് പ്രൊട്ടക്ടറാണ്, പ്രൊവൈഡറാണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. You know, in the Eastern culture, Father is the protector, is the provider, is very important. അപ്പൊ ആ ഒരു കൾച്ചർ മനസ്സിലാക്കിയാണ് കർത്താവ് ഈ പ്രാർത്ഥന അവരെ പഠിപ്പിക്കുന്നത്. ഓ ഹെവൻലി ഫാദർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. God the Father understands this, and that is why he's teaching his disciples this prayer. എന്നാൽ പാപ്പനംകുനിയിലെ ഈ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന മിഷണറിമാർക്ക് ഈ പ്രാർത്ഥന ട്രാൻസ്ലേറ്റ് ചെയ്യണം. Yeah, but this Bible translation, Papua New Guinea, they want to translate this word. അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഹെവൻലി ഫാദർ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് പിടികിട്ടത്തില്ല. If you say heavenly Father, these tribals, they don't know what is that. കാരണം അവരുടെ ഇടയിൽ അവരുടെ ഫാദർമാർ അല്ലെങ്കിൽ അപ്പന്മാര് സ്ട്രേഞ്ചേഴ്സ് ആണ്. You know, because for them, they don't know who their father is. Their father are strangers. വല്ലപ്പോഴും മാത്രമേ അപ്പന്മാർ വീട്ടിൽ വരത്തുള്ളൂ. Only once in a while, once in a time that these fathers come to the house. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മയുടെ ആങ്ങളെയാണ്, അമ്മാച്ചനാണ്, അല്ലെങ്കിൽ ബ്രദറാണ്. Hallelujah. You know, the mother's brother or the uncle takes care of the family. അതുകൊണ്ട് അവരോട് ഈ പ്രൊട്ടക്ടർ, പ്രൊവൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ വരുന്ന ഇമോഷൻ, അവർക്ക് വരുന്ന ഐഡിയ എന്ന് പറയപ്പെടുന്ന അവരുടെ പ്രൊട്ടക്ടർ എന്ന് പറയപ്പെടുന്നത് അങ്കിളാണ്. Hallelujah. For them, their protector, their provider is the uncle. If you tell them father, they won't understand it. അവർക്ക് ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡർ അല്ല, പ്രൊട്ടക്ടർ അല്ല. For them, the father is not the provider, father is not the protector. അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓൾഡർ ജനറേഷൻ എന്തോ പറയും, വള്ളി പുള്ളി തെറ്റിയാൽ അടി കൊടുക്കും നമ്മൾ. Hallelujah. If we translate, if the Jewish, if you do a mistake, they will be mad. പക്ഷെ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നത് ഓ ഹെവൻലി അങ്കിൾ എന്നാണ്. But they had to translate this verse into oh heavenly uncle. ഞങ്ങളുടെ സ്വർഗീയ അമ്മാവ എന്ന്. Like our heavenly uncle. ഞങ്ങൾ വള്ളിയോ പുള്ളിയോ മാറ്റിയാൽ നമുക്ക് നിൽക്കാനൊക്കത്തില്ല. You know, if we change even one, point from that, we cannot stand. കാരണം അവരുടെ ഇമോഷൻ മനസ്സിലാക്കി, അവരുടെ കൾച്ചർ മനസ്സിലാക്കി, ജീവിത ശൈലി മനസ്സിലാക്കി അർത്ഥമാണ് അവരിലേക്ക് സന്നിവേശിക്കപ്പെടേണ്ടത്. Because we have to understand their way of life, they understand their culture, and we have to make them understand what this Bible verse means. എന്നോട് വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി ഒന്നും ചെയ്യരുതേ, ഞാൻ എങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞേ. Don't come and be mad at me. ഇങ്ങനെയുള്ള ഒത്തിരി നിങ്ങളിന്റെ അർത്ഥം നല്ലത് ചോദിച്ചാൽ ദൈവം ഒരിക്കലും ദോഷമായത് തരത്തില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം.
what it means is if you ask something good, God will not give you something bad. നിങ്ങൾ മീനിനെ ചോദിച്ചാൽ പാമ്പിനെ തരുമോ? If you ask for a fish, will He give you a snake? എന്നാൽ ചൈനയിലെ ഒരു ട്രൈബൽസിന്റെ ഇടയിൽ പാമ്പാണ് അവരുടെ പ്രഥമയാഹാരം. Hallelujah. But if you go to China, snake is their delicacy. അവർക്ക് മീനിനെക്കാട്ടിലും ഏറ്റവും ഇഷ്ടം പാമ്പാണ്. The snake is a bigger delicacy than the fish. അതുകൊണ്ട് ബൈബിൾ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പദത്തിൽ പറഞ്ഞാൽ അവർക്ക് ക്ലിക്ക് ചെയ്യത്തില്ല. Hallelujah. But if you translate it the way the Bible translates, it won't click them. അവർക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മീനിനെ ചോദിച്ചാൽ പാമ്പിനെ തരുമോ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. You will have to ask them that, if you ask for a snake, will He give you a fish? തിരിച്ചു വരും. അപ്പോൾ എന്നോട് അടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇതിനൊന്നും. Don't come and be mad at me for this. ചിലയിടങ്ങളിൽ കൃഷിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത് പന്നിയെയാണ്. Some people they sacrifice the pig for the farming. എന്നാൽ യഹൂദ കൾച്ചറിൽ നമുക്കറിയാം അവിടെ ആടിനാണ് സാക്രിഫൈസ് കൊടുക്കുന്നത്, ആടിനെയാണ്. Jewish culture they sacrifice the lamb. എന്നാൽ ചില കൾച്ചറുകളിൽ കൃഷികളുടെ അനുഗ്രഹത്തിന് വേണ്ടി പന്നിയെ സാക്രിഫൈസ് ചെയ്യും. Some places they sacrifice the pig for the blessing of the crop. അതുകൊണ്ട് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന മിഷണറിമാരെ ആ ട്രൈബൽസിന്റെ ഇടയിൽ ചെയ്യുമ്പോൾ സാക്രിഫിഷ്യൽ ലാംബ് എന്ന് പറയുമ്പോൾ സാക്രിഫിഷ്യൽ പിഗ് എന്ന് പറയും. But when the missionaries go to these tribal, we will say a sacrificial lamb or will they say a sacrificial pig? അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആടുകൾ സാക്രിഫിഷ്യൽ അല്ല, പിഗ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട. The lamb is not the sacrificed animal, but the pig is. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് ഈ യോഗത്തിന് വരണമെന്ന് പറയുന്നത്. You need to come to these meetings to ഇതൊന്നും ഇവിടുത്തെ ഇംഗ്ലീഷ് ചർച്ചിൽ പോലും കിട്ടത്തില്ല. You will not get this even in the English church. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഭൂതഗ്രസ്തനായിരിക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് പോകുകയാണ്. The Lord is reaching out to this evil possessed man. ഒറ്റപ്പെട്ടവന്റെ അനുഭവത്തിലേക്ക് പോകുകയാണ്. He's going into a place where he is lonely. അന്യവൽക്കരിക്കപ്പെട്ടവന്റെ അടുത്തേക്ക് കർത്താവ് പോകുകയാണ്. ആരും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തവന്റെ അടുക്കലേക്ക് കർത്താവ് പോകുകയാണ്. അവന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കർത്താവ് പോകുകയാണ്. ദൈവസഭ മറ്റുള്ളവന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഗദരദേശം കല്ലറയുള്ള ദേശമാണ്. ഗദരദേശം പന്നിയുള്ള സ്ഥലമാണ്. ഗദരദേശം ഭൂതഗ്രസ്തൻ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ആ സാഹചര്യത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ആ പട്ടണത്തെ മൊത്തം കർത്താവ് രൂപാന്തരപ്പെടുത്തുകയാണ്. ദെക്കപ്പൊലിത്ത പട്ടണത്തെ മൊത്തം കർത്താവ് രൂപാന്തരപ്പെടുത്തുകയാണ്. ചില ഇടങ്ങളിൽ വ്യാപരിച്ചു നിൽക്കുന്ന ഭൂതശക്തികളുണ്ട്. ചില മണ്ഡലങ്ങളിൽ വ്യാപരിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളുണ്ട്. ചില ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഇരുട്ട് തന്നെയാണ് ആ ഭവനങ്ങളിൽ. ചില ഭവനങ്ങളിലേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ ഒരു സമാധാനവുമില്ലാത്ത അന്തരീക്ഷമായിരിക്കാം. അശുദ്ധാത്മാവ് ബാധിച്ച് ഇരുട്ട് ബാധിച്ചിരിക്കുന്ന മേഖലകളിലേക്കും ഇടങ്ങളിലേക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ചെല്ലുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇടങ്ങളിലേക്ക് നടന്നു വരുന്ന, അടുത്ത് വരുന്ന, സംസാരിക്കുന്ന, മനസ്സലിയുന്ന കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. Who comes to you, hallelujah, knowing your weakness, knowing your trouble, knowing your darkness, hallelujah. He is such a God. കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ സകല ഇടങ്ങളിലേക്കും ഇറങ്ങി വന്ന് എന്നോടും നിങ്ങളോടും പ്രതികരിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? How many of you believe that the Lord Jesus Christ, hallelujah, He will understand our situation, He will understand our problems and accordingly deal with us? ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് അവന്റെ പേഴ്സണാലിറ്റിയെ മാറ്റിമറിക്കുകയാണ്. Here the Lord is changing his personality completely. കാരണം അവന്റെ ഭവനം നഷ്ടപ്പെട്ടവനാണ് ഈ ഭൂതഗ്രസ്തൻ. Because this evil man, he lost his house. അവന്റെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടവനാണ് ഇവൻ. അവന്റെ ഫാമിലി നഷ്ടപ്പെട്ടവനാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവൻ പലപ്പോഴും ശരീരത്തിന്റെ മേൽ കട്ടിങ് വരുത്തി അവൻ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പട്ടണത്തിലുള്ള പല പ്രിയപ്പെട്ടവർക്കും അവൻ ഒരു ഭയമാണ്. അവൻ പലപ്പോഴും വസ്ത്രം ധരിക്കാതെ നടക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുന്നത് കർത്താവ് അവന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അവന്റെ ജീവിതത്തിന് ഒരു ഐഡന്റിറ്റി സർവശക്തനായ ദൈവം
ഉണ്ടാക്കി കൊടുക്കുക. The Almighty God is creating an identity for this person. യേശു ചെല്ലുന്ന വ്യക്തികളിലും കുടുംബങ്ങളിലും ദേശത്തും ദൈവം ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കും. Whichever town, whichever person, whichever city the Lord Jesus enters, He gives them an identity. അതുവരെയും അവന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നു. Till now he is somebody who has lost everything. അവന്റെ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. His life was full of darkness. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. He was, bound in chains. പല ദിവസങ്ങളിലും അവൻ അതുകൊണ്ട് അവന്റെ ശരീരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. Many a times with these chains he would cut his body. അവൻ പലപ്പോഴും ജീവിതത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു. Many a times he cried out. എന്നാൽ യേശു ക്രിസ്തു അവനിലുള്ള അശുദ്ധാത്മാവിനെ ശാസിച്ചുവെങ്കിൽ, But hallelujah, when the Lord Jesus Christ, commands the evil spirit that ഇന്ന് പകൽക്കാലം നമ്മളെ മുറിപ്പെടുത്തുന്ന അശുദ്ധാത്മാവിന്റെ വ്യാപാരങ്ങളെ, hallelujah, this morning, hallelujah, no matter what evil spirit is bothering you, നമ്മളെ ബന്ധിക്കുന്ന അശുദ്ധാത്മാവിന്റെ വ്യാപാരങ്ങളെ, that evil spirit which binds us, നമ്മുടെ ജീവിതത്തിന് സ്വാതന്ത്ര്യം നൽകാത്ത അശുദ്ധാത്മാവിന്റെ വ്യാപാരങ്ങളെ, that spirit freedom in life, അവന്റെ ഐഡന്റിറ്റിയെ നശിപ്പിക്കുന്ന അശുദ്ധാത്മാവിന്റെ വ്യാപാരങ്ങളെ destroys his identity. യേശുവിന്റെ നാമത്തിൽ കർത്താവ് വന്ന് പുറപ്പെടുവിച്ചുവെങ്കിൽ, In the name of Jesus, hallelujah, that has been destroyed. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ നാമത്തിലുള്ള ചില വിടുതലുകൾ പരിശുദ്ധാത്മാവ് നമ്മുടെ This മധ്യത്തിൽ morning, the ചെയ്യട്ടെ. Holy Spirit is doing some, hallelujah, mighty, hallelujah, victories in this place. ശ്രദ്ധിക്കുക, അവന് പേര് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. Remember, he does not even have a name. അവനോട് കർത്താവ് സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ പേരെന്ത്? When the Lord wants to talk to him, he asks the question, what is your name? കാരണം അവന്റെ ഐഡന്റിറ്റി പോലും He നഷ്ടപ്പെട്ടു. does not even have an identity. അവൻ പേര് പറയുന്നില്ല. അവൻ പറയുന്നത് എന്താ? ലെഗ്യോൻ എന്നാണ് He does പറയുന്നത്. not say, he says, I am Legion. നിങ്ങൾക്കറിയാം, ലെഗ്യോൻ എന്ന പദത്തിന്റെ റോമൻ സൈന്യത്തിന്റെ 6000 പേര് കൂടുന്ന ആ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് എന്താ? Legion ലെഗ്യോൻ. means, hallelujah, 6,000 people army. അതുകൊണ്ട് അവന്റെ പേര് എന്താണെന്ന് അവൻ പറയുന്നില്ല. He's not saying what his name is. കാരണം അവന്റെ മൈൻഡിനെ കോളനൈസ് ചെയ്തിരിക്കുകയാണ് റോമൻ ഗവൺമെന്റിന്റെ കോളനൈസേഷൻ. Hallelujah, his mind is colonized by the Roman government colonization. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവന്റെ ഒരു അപേക്ഷയുണ്ട്, പന്നിക്കൂട്ടത്തിലേക്ക് വിടണമെന്ന്. See, one of his requests is send me to the swines. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പന്നിക്കൂട്ടം എന്ന് പറയപ്പെടുന്നതിനെ ആ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സൈന്യത്തിന്റെ വ്യൂഹം പോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. It is a Greek word and the Greeks view it as an army. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദന്മാര് റോമാക്കാരെ നിഷിദ്ധമായിട്ട് പറയുന്നത് പന്നിയുമായിട്ട് അവർ ചേർത്ത് പറയാറുണ്ട്. In those days, the Romans, hallelujah, they would call the Jews swines. അതുകൊണ്ട് ഇത് റോമൻ ഒരു ആധിപത്യത്തെ കൂടെ കാണിക്കുന്നതാണ്. Here it is showing a Roman rulership. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, പന്നികളെ അയക്കണമേ, പന്നിക്കൂട്ടത്തിലേക്ക് ഈ ശക്തി അയക്കണമേ എന്നുള്ളൊരു അപേക്ഷയുണ്ട്. There is the request here that send us to the swines. അവിടെ കർത്താവ് ഉപയോഗിക്കുന്ന പദം സൈന്യത്തിന്റെ കമാൻഡറെ, ഒരു സൈന്യത്തെ അയക്കുന്നത് പോലെയുള്ള ഒരു ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. The Lord is using a word like a commander of the Greek army. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പന്നിക്കൂട്ടം കടലിലേക്ക് പാഞ്ഞുപോയി എന്നൊരു പദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. Here we see that the swines, they ran into the sea. ആ പാഞ്ഞുപോയി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് സൈന്യം പാഞ്ഞു പോകുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. It's a Greek word where the army runs. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു ആത്മീയ അർത്ഥം ഉള്ളപ്പോൾ തന്നെ റോമൻ കോളനൈസേഷന്റെ അല്ലെങ്കിൽ പന്നികളായിട്ട് കരുതപ്പെടുന്ന ആ റോമൻ ഗവൺമെന്റിന്റെ ആ സിംബലിനെ കടലിലേക്ക് തകർത്ത് കളയുന്ന ഒരു ചിത്രം കൂടെയാണ് കർത്താവ് ഇതിൽ കൂടെ വ്യാപിക്കുന്നത്. This is a spiritual thing. Along with this, it shows about the Roman Empire, the Roman power, which is thrown out into the sea. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല. How many of you understood this? I don't know. അന്നത്തെ കാലഘട്ടത്തിലെ റോമൻ ഭരണാധികാരത്തിന്റെ ശക്തികൾ കടലിലേക്ക് നിപതിക്കുന്നത് പോലെ ഈ അശുദ്ധാത്മാവിന്റെ ശക്തി, കോളനൈസ് ചെയ്തിരിക്കുന്ന ഈ മനുഷ്യനെ കോളനൈസ് ചെയ്തിരിക്കുന്ന ശക്തി, റോമൻ ശക്തികൾ കടലിലേക്ക് നിവദിക്കുന്ന ദിനങ്ങളുണ്ട് എന്നുള്ള ഒരു അർത്ഥം കൂടെ ഈ 5-ാമത്തെ അധ്യായത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. In this chapter 5, along with the spiritual meaning, the Lord is trying to say that this Roman Empire who is ruling you, who is tormenting you, who is torturing you, one day it will be destroyed and it will be thrown out into the sea. അത്